ഹായ്, ഞാൻ സൺലൈറ്റ് സോളാറിൻ്റെ MD ആണ്. ഒരു സോളാർ പ്ലാന്റ് എങ്ങനെ എത്ര നല്ല രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം, ആ സോളാർ പ്ലാന്റ് വെച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇത് ചെയ്യേണ്ടത്, അതിന് എത്രമാത്രം ഗുണമേന്മയുള്ള ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഏതൊക്കെയാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം, അത് പ്രൊഫഷണൽ ടച്ചുള്ള ലേബേഴ്സ് വേണം അത് വർക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഇത് പ്ലാന്റ് നമുക്ക് ആർക്കും സോളാർ പ്ലാന്റ് വെച്ച് ഫിറ്റ് ചെയ്തിട്ട് പോകാം. പക്ഷേ ആഫ്റ്റർ സർവീസിലാണ് മെയിനായിട്ട് ഇതിനകത്ത് കാര്യമിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അന്ന് തന്നെ അത് ക്ലിയർ ചെയ്ത് പോകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു 4 മാസം കൂടിയിരിക്കുമ്പോഴെങ്കിലും മിനിമം സോളാർ പാനൽ ക്ലീൻ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഡസ്റ്റൊക്കെ കയറി നമുക്ക് എഫിഷ്യൻസി കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം ഞാൻ മറ്റൊരിടത്തെ പോലെ എൻ്റെ സ്വന്തം വീട്ടിലെ ഒരു സോളാർ പ്ലാന്റാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇത് അപ്പോളോയുടെ സ്ക്വയർ ട്യൂബാണ്. 16 ഗേജാണ് ഇത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ക്വയർ പ്ലേറ്റാണ് അടിച്ചിട്ടാണ് അതിൽ നിന്ന് ആങ്കിൾ ബോൾട്ട് എടുത്ത് നട്ട് ബോൾട്ട് എടുത്ത് വെള്ളം ലീക്കായിരിക്കാൻ വേണ്ടി നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരടി ഹൈറ്റിലാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇത് 2 കൊന്നരയുടെ ആണ് നമ്മൾ പാനലിടാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിന് ജേക്ലാമ്പൊക്കെ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതായത് ഒരിക്കലും തുരുമ്പെടുക്കാത്ത സാധനങ്ങളാണ്. അതായത് 30 വർഷമാണ് പാനലിന് വാറണ്ടി. ഇത് ടോപ്പ് കോൺ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 30 വർഷത്തെ വാറണ്ടിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദാനിയുടെ ടോപ്പ് കോൺ പാനലാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പാനലിനെ അപേക്ഷിച്ചിട്ട് ഇപ്പം വിപണിയിൽ നിൽക്കുന്ന ഏറ്റവും നല്ല പാനലാണ്. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി കിട്ടുന്ന പാനൽ വേണം നമ്മൾ ഇൻസ്റ്റാളിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി കസ്റ്റമേഴ്സിന്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഏതാണോ ചെയ്തിരിക്കുന്നത് അതിനേക്കാളും ബെറ്ററായിട്ട് എഫിഷ്യൻസി കിട്ടുന്ന, അതുപോലെ തന്നെ ടെക്നോളജി. അത് നമ്മൾ നോക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ്. ആഫ്റ്റർ സർവീസ് ഇതിനകത്ത് ഒരു വലിയ ഘടകമാണ്. അതായത് സോളാർ പ്ലാന്റ് വെച്ചിട്ട് ആർക്കും പോകാൻ പറ്റും. പക്ഷെങ്കിൽ ആഫ്റ്റർ സർവീസ് കിട്ടില്ല എന്നാണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് ഇറങ്ങി നമ്മൾ ചെയ്യുന്ന ഇൻസ്റ്റലേഷൻ ചെയ്യുകയും ആഫ്റ്റർ സർവീസുമാണ് മെയിനായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലും സെയിൽസ് വരുന്നത് റെഫറൻസ് സെയിലിലൂടെയാണ് വരുന്നത്. അതാണ്. എനിക്ക് പ്രത്യേകിച്ച് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞാനങ്ങനെ റൺ ചെയ്യാറില്ല. എങ്കിലും മാസം ഒരു 15 പേർക്ക് മിനിമം വരാറുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാന്റ് ഉണ്ടാക്കി കൊടുക്കുക, അതിനെ പരിപാലിച്ച് കൊണ്ടുപോവുക. അത് നമ്മൾ വീട്ടുകാരെത്ര നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം ആ പീക്ക് ടൈമിലൊക്കെ ഒന്ന് നോക്കും, അത്രയും മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞും ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്ക് കസ്റ്റമേഴ്സിന് തോന്നിയെങ്കിൽ മാത്രമേ. അതുപോലെ കൂടുതലും ഈ വെളിയിലുള്ള ദുബായ്, അബുദാബി, വിദേശ രാജ്യങ്ങളിലുള്ള മക്കൾ വിദേശ രാജ്യങ്ങളിലും അച്ഛനമ്മമാർ വീടുകളിലേക്കാണ്. അതുപോലുള്ള അവിടുന്ന് ഇരുന്നുകൊണ്ട് തന്നെയാണ് അവർ നമ്മളെ വിളിച്ച് ഏൽപ്പിക്കുന്നത്. ഇതുപോലെ ഇന്നടുത്തൊരു സോളാർ പ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവിടെ ഫീസിബിളാണോ നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഈ വർക്ക് എടുക്കത്തുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും ബെറ്റർ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ലാതെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ നമ്മൾ ടോംസിൻ്റെ PVC പൈപ്പ് ഐവറി കളറ്, അത് നമുക്ക് ചൂടാക്കി വളയ്ക്കാവുന്ന ടൈപ്പാണ്. അതിനുപയോഗിക്കുന്ന ക്ലാമ്പ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അതിനുപയോഗിക്കുന്ന സ്ക്രൂ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മഴ പെയ്ത് തുരുമ്പെടുക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതായത് നമ്മളിത് പുറത്താണ് കൂടുതലും വെച്ചിരിക്കുന്നത്. വീട് അകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇതിനെ പ്ലാന്റ് ആർക്കും ചെയ്തിട്ട് പോകാം. പക്ഷേ ഇത് പരിപാലിക്കുന്നതിനകത്താണ് കാര്യം. അതല്ല ഇത് 30 വർഷത്തെ പ്ലാന്റ് മിനിമം നമ്മൾ 10 ഇയർ പാക്കേജ് ഒരു AMCയിൽ കൊടുക്കുന്നുണ്ട്. അതെല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു 10 പാനലിൻ്റെയാണ്. ഇത് നമ്മൾ ഒരു സ്ട്രിങ്ങായിട്ടാണ്. ഇത് ഒരു സ്ട്രിങ് 5 പാനലും, ഇത് ഒരു സ്ട്രിങ് 5 പാനലും, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 2 സ്ട്രിങ്ങായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വയർ ട്യൂബ് കാര്യങ്ങളെല്ലാം നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല ബലവത്തായിട്ട് നമുക്ക് അഥവാ കാറ്റിൻ്റെ ശല്യം വന്നു കഴിഞ്ഞാൽ ഇതിനടിയിൽ കൂടെ കാറ്റങ്ങ് പോകത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പം പിന്നെ നമ്മൾ പാനൽ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഡറൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മുടെ സ്വന്തം വീട്ടിലായ കാരണം നമുക്ക് ഇതുവഴി ഇങ്ങനെ കയറാം. ഇതുവഴി ഇങ്ങനെ കയറി ഇവിടെ വന്ന് നമുക്കിങ്ങനെ ഇതുവഴി ഇങ്ങനെ കയറി നമുക്ക് മേളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പാനൽ ക്ലീൻ ചെയ്യാനുള്ള ആക്സസ് ഇവിടെ ഉണ്ട്.
അതാണ് ഇതിനകത്തെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടറിലേക്ക് നമുക്ക് പോകാം. ഓക്കെ.